ഹായ്, ഞാനിന്ന് വന്നിരിക്കുന്നത് ഇൻസ്റ്റന്റ് നെയ്യപ്പത്തിന്റെ റെസിപ്പി ആയിട്ടാണ്. നെയ്യപ്പം കഴിക്കണമെന്ന് തോന്നിയാൽ വെറും 5 മിനിറ്റ് മതി ഇത് തയ്യാറാക്കി എടുക്കാൻ. അതും ഗോതമ്പ് പൊടിയും അരിപ്പൊടിയും വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത്. ടേസ്റ്റിൽ ഒരു വ്യത്യാസവും ഇല്ല. അപ്പൊ നമുക്ക് റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് ശർക്കരപ്പാനി കാച്ചിയെടുക്കാം. ഞാനിവിടെ 3 കട്ട ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. ഇത് അത്യാവശ്യം നല്ല മധുരം കാണും. മധുരം കുറച്ച് വേണമെന്നുള്ളവർക്ക് 2.5 കട്ട ശർക്കരയൊക്കെ എടുത്താൽ മതി. ഗ്രാം കണക്കിനാണെങ്കിൽ ഏകദേശം 250 ഗ്രാം ശർക്കരയാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. 2 കപ്പ് വെള്ളവും ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പാനി കാച്ചിയെടുക്കാം. ഇപ്പോൾ ശർക്കര മൊത്തം അരിഞ്ഞിട്ടുണ്ട്. വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. തീ ഓഫ് ചെയ്തതിന് ശേഷം അരിച്ചെടുക്കാം. അടുത്തതായിട്ട് നമുക്ക് തേങ്ങാക്കൊത്ത് വറുത്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചൂടാക്കി എടുക്കാം. നെയ്യ് ചൂടായി വരുമ്പോൾ 1.5 ടേബിൾ സ്പൂണോളം തേങ്ങാക്കൊത്ത് ഇട്ടിട്ട് വറുത്തെടുക്കാം. തേങ്ങാക്കൊത്തൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം. കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം. ഇനി തേങ്ങാക്കൊത്ത് നന്നായിട്ട് മൂത്ത് വരണം. തീ മീഡിയത്തിൽ ഇട്ടിട്ട് വേണം വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം ഇത് റെഡി ആയിട്ടുണ്ട്. തീ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ബാറ്റർ തയ്യാറാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലോട്ട് 3/4 കപ്പ് ഗോതമ്പ് മാവ് ഇട്ട് കൊടുക്കുക. 1 കപ്പ് അരിമാവ് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഒരേ കപ്പിൽ തന്നെ അളന്നെടുക്കണം. പത്തിരിക്ക് ഇടിയപ്പത്തിനൊക്കെ ഉപയോഗിക്കുന്ന മാവാണ് എടുത്തിരിക്കുന്നത്. വറുത്ത മാവാണ്. 2 ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുക്കാം. റവ ചേർക്കുമ്പോൾ നെയ്യപ്പം നല്ല മൊരിഞ്ഞു വരും. 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 1/2 ടീസ്പൂൺ എള്ള്. എള്ള് ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇനി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കുക. ചേർക്കുമ്പോൾ ബാക്കിയുള്ള നെയ്യും കൂടി ചേർക്കുക. 1 നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മൾ കാച്ചി വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി ചേർത്തിട്ട് കലക്കിയെടുക്കാം. ഈ വെള്ളത്തിന് ചൂടുണ്ട്, നല്ല തണുത്തിട്ടല്ല ഞാൻ ചേർക്കുന്നത്. ചേർക്കുമ്പോൾ ശർക്കരപ്പാനി കുറച്ച് ചേർത്തിട്ട് കലക്കിയെടുത്താൽ മതി. അപ്പോൾ നമുക്ക് കട്ട കെട്ടാതെ കലക്കിയെടുക്കുകയും ചെയ്യാം. വെള്ളം കൂടി പോകുന്ന പേടിയും വേണ്ട. ഞാനിപ്പോൾ ഇവിടെ 2 കപ്പ് ശർക്കരപ്പാനിയാണ് എടുത്തിട്ടുള്ളത്. പക്ഷെ മാവ് അനുസരിച്ചിട്ട് വെള്ളത്തിൻ്റെ അളവിൽ മാറ്റം വരും. ദോശമാവിൻ്റെ കണക്കിന് വേണം നമ്മളിത് കലക്കിയെടുക്കാൻ. അപ്പോൾ ഈ ശർക്കരപ്പാനി ഒഴിച്ചതിന് ശേഷം വീണ്ടും വെള്ളം ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചൂടാക്കിയതിന് ശേഷം ഇതിലോട്ട് ചേർത്ത് കൊടുത്താൽ മതി. ശർക്കരപ്പാനി മൊത്തം ഒഴിച്ചിട്ടുണ്ട്, പക്ഷെ കുറച്ചും കൂടി വെള്ളം വേണം. അപ്പം ഞാൻ കുറച്ച് വെള്ളം ചൂടാക്കിയിട്ട് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് കലക്കി എടുക്കേണ്ടത്. ഞാനിത് കോരി ഒഴിച്ച് കാണിച്ചു തരാം. ഇങ്ങനെ വീഴണം, പൊട്ടി വീഴരുത്. ഇനി നമുക്ക് ഇതിലോട്ട് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 ടീസ്പൂൺ ഏലക്ക പൊടിയും ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ബാറ്റർ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി നെയ്യപ്പം ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്ക് നെയ്യപ്പം ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് എണ്ണ ചൂടാക്കിയെടുക്കുക. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ നാടൻ പലഹാരമൊക്കെ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴാണ് ടേസ്റ്റ്. എണ്ണ നല്ല ചൂടായി പോകരുത്, എന്നാലും നമ്മൾ നെയ്യപ്പം ഒഴിക്കുമ്പോൾ കരിഞ്ഞു പോവും. തീ സിമ്മിൻ്റെയും മീഡിയത്തിൻ്റെയും ഇടയ്ക്ക് ഇട്ടിട്ട് വേണം നമ്മളിത് വറുത്തെടുക്കാൻ. എന്നാലേ അകമൊക്കെ നന്നായിട്ട് വെന്തും നല്ല മൊരിഞ്ഞുമൊക്കെ വരുള്ളൂ. 1 തവി മാവ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് എണ്ണ ഇതേപോലെ തവി കൊണ്ട് മുകളിലോട്ട് കോരി ഒഴിച്ചു കൊടുക്കുക. അപ്പം പൂരി പോലെ ഇങ്ങനെ പൊങ്ങി വരും. താഴെ നന്നായിട്ട് മൊരിഞ്ഞിട്ട് വേണം തിരിച്ചിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. താഴെ മൊരിഞ്ഞ് വരുമ്പോഴേക്ക് മോൾ ഭാഗം ഒന്ന് വെന്ത് വരും. അല്ലാതെ നമ്മൾ തിരിച്ചിട്ട് കൊടുത്താൽ മുകളിലത്തെ ഭാഗം വേവാത്തതുകൊണ്ട് തിരിച്ചിടുമ്പോൾ താഴെ ചട്ടിയിൽ ഒട്ടിപ്പിടിക്കും. അപ്പോൾ ഇത് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. തിരിച്ചിട്ട് കൊടുക്കാം. താഴ്ഭാഗവും ഇതുപോലെ തന്നെ മൊരിഞ്ഞു വരണം. കോരിയെടുത്തതിന് ശേഷം അടുത്തത് ഒഴിച്ചു കൊടുക്കുക. 1 പ്രാവശ്യം തവിയിൽ മാവ് ഒഴിച്ചതിന് ശേഷം വീണ്ടും അതിൻ്റെ മുകളിൽ കൂടെ ഒഴിക്കരുത്. ഒറ്റ തവണ ആയിട്ട് തന്നെ മാവ് ഇങ്ങനെ കോരി ഒഴിക്കാൻ നോക്കുക. അപ്പോൾ ഇതുപോലെ എല്ലാം ഉണ്ടാക്കിയെടുക്കുക. അപ്പം ഞാനിത് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് മുറിച്ച് കാണിച്ചു തരാം. നാടൻ നെയ്യപ്പം കുറച്ച് നേരം ഇരുന്നാൽ കട്ടിയായിട്ട് വരില്ലേ, അതുപോലെയൊന്നും ഇതാവില്ല. 1 ദിവസം കഴിഞ്ഞാലും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും. ടേസ്റ്റൊക്കെ ഒരുപോലെ തന്നെയാണ്, ഒരു വ്യത്യാസവും ഇല്ല. റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കൂടെ അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓൾ നോട്ടിഫിക്കേഷൻ സെലക്ട് ചെയ്യുക. അപ്പം ഞാൻ അപ്ലോഡ് ചെയ്ത ഉടൻ തന്നെ എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. ബൈ.